രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഉച്ചത്തെ കാര്യങ്ങളിലോട്ട് കിടന്നു കേട്ടോ. ഇത് വടക്കൂട്ട് കറിക്കുള്ള പൊട്ടറ്റയും സവാളയും വഴറ്റുമായിരുന്നു. അങ്ങനത്തെ സാമ്പാർ വെച്ചിട്ടുണ്ട്, പിന്നെ കിച്ചടി ഉണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്. വടക്കൂട്ട് കറിക്കുള്ളത് നമ്മൾ അടുപ്പിൽ വഴറ്റാനായിട്ട് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അടപ്പായസത്തിനുള്ള അടയും ചൗരിയും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സേമിയ പായസം കൂടെ ഉണ്ട്. പിന്നെ വട നമ്മൾ വീട്ടിൽ ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ട്, അതിന് വട ഉണ്ടാക്കണം. അച്ചാർ 4 ഐറ്റം അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ രാത്രി എനിക്ക് ശിവരാത്രി ആയിരിക്കും, ഉറങ്ങാൻ പറ്റത്തില്ല, സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അങ്ങനെ അവിടെ പോയി ഡോക്ടറെയൊക്കെ കണ്ട് മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അനിയത്തി കാക്കയ്ക്കുള്ളതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം മക്കളെയും ബിജുവാനെയും കൂടെ ഇരുത്തി, 3 പേരെയും കൂടെ ഇരുത്തി. അനിയത്തിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ 3 പേരും കഴിച്ചതിന് ശേഷമാണ് ഞാനും അമ്മയും അനിയത്തിയും കൂടെ ഇരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് കഴിക്കാമായിരുന്നു, പിന്നെ എഴുന്നേറ്റ് പോകണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി കേട്ടോ. അടുക്കളയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ ഒരിടത്ത് ഇരിക്കാമല്ലോ. പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഊണ് കഴിച്ചിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ക്ഷീണവും ഒരു മത്ത് പിടിച്ചതുപോലെയാണല്ലോ. അങ്ങനെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഉറക്കവും കൂടെ പാസ്സാക്കി കേട്ടോ.